ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തെ, നല്ലൊരു പ്രഭാതം ഈ സുപ്രഭാതത്തിൽ തന്നെ നേരുകയാണ്. നല്ലവനായ ഈശോ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു, എല്ലാം നല്ല രീതിയിൽ പോകണം. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് പലപ്പോഴും പലതും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളാകെ പാളിപ്പോകുന്ന, ഞെരുങ്ങുന്ന, ഭയപ്പെടുന്ന ചില നിമിഷങ്ങൾ. ജീവിതത്തിൽ ഇത്തരത്തിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് പറയാനുള്ളത് എന്താണെന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ കാണുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 40-ാം തിരുവചനം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഈശോ ഈ ചോദ്യം ചോദിക്കുന്ന സന്ദർഭം, ഈശോ ശിഷ്യന്മാരും കൂടെ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും കൊണ്ടാണ് വള്ളം മുങ്ങുമെന്നുള്ള അവസരം വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഈശോനെ വിളിച്ചുണർത്തിയാണ്. അന്നേരം ഈശോ പറയുന്ന കാര്യമാണ്, എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? സുഹൃത്തെ, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഞെരുങ്ങുന്ന അവസരങ്ങളുണ്ടെങ്കിൽ, വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്, നീ ചിന്തിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യം സുഹൃത്തെ നിന്നെ നയിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. നല്ലവനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ ദിവസം ഈ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജീവിത പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജീവിതം തന്നെ നട്ടത്തിരിയുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കല്ല, നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് പ്രത്യേകമായിട്ടും കൊടുക്കണമേ. എപ്പോഴും നിന്റെ നിറസാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യത്തിൽ എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കർത്താവെ ഈ വ്യക്തിക്ക് പ്രത്യേകമായിട്ട് നൽകണമേ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സജീവ സാന്നിധ്യത്തിൻ്റെ സ്മരണ ഈ ദിവസത്തെ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമേ